എല്ലാവർക്കും ഫ്ലട്ടർ കോഡ് ജേണിയുടെ ഒരു ന്യൂ ട്യൂട്ടോറിയൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ടാബ് ബാർ എങ്ങനെ ചെയ്യാമെന്നതാണ്. അതായത് ഇതുപോലെ ഒരു ഐക്കണും ടെക്സ്റ്റും ഒക്കെ വന്നിട്ട് ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റും ചേഞ്ച് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 2-ൽ നമ്മൾ ആപ്പ് ബാർ എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചു. അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയലിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ ഞാൻ പറയാം. ഓക്കെ, ആപ്പ് ബാറിൻ്റെ ബോട്ടം എന്ന പ്രോപ്പർട്ടിയിൽ നമുക്ക് ടാബ് ബാർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ടാബ് ബാർ ആണ് ചെയ്യാൻ പോകുന്നത്. ടാബ് ബാർ എന്ന് കൊടുക്കാം. ഓക്കെ, ടാബ് ബാർ ചെയ്യാനായിട്ട് നമുക്ക് സ്കാഫോൾഡിന് റാപ്പ് ചെയ്യേണ്ടതുണ്ട്. ഡിഫോൾട്ട് ടാബ് കൺട്രോളർ എന്ന വിഡ്ജറ്റിലേക്ക് സ്കാഫോൾഡിനെ റാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ട് ടാബ് കൺട്രോളർ എന്ന് കൊടുക്കാം. ഞാൻ ഒരു 3 ടാബ്സ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 കൊടുക്കാം. എത്ര ടാബാണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ച് ലെങ്ത്ത് ഇവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരിക്കുന്ന ആപ്പ് ബാറാണ്. ഇതിൻ്റെ ബോട്ടം ആപ്പ് ബാറിൻ്റെ ബോട്ടം എന്ന പ്രോപ്പർട്ടിയിൽ ഞാൻ ടാബ് ബാർ സെറ്റ് ചെയ്യാണ്. ഓക്കെ, അതിന് ടാബ് ബാർ എന്ന് കൊടുക്കുക. പാരാന്തസിസിൻ്റെ അകത്ത് ടാബ് ബാറിനകത്ത് എന്താണ് ഇവിടെ റെഡ് കാണിക്കുന്നത്? ഓക്കെ, ടാബ്സ് റിക്വയർഡ് ആർഗ്യുമെൻറ്റ് ടാബ്സ് എന്ന് കൊടുക്കുക. എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന ടാബിന് ടാബ് എന്ന് കൊടുത്തിട്ട് ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സിൽ ഞാൻ ഐക്കൺ കൊടുക്കാം. ഐക്കൺ സ്റ്റോർട്ട് എന്തെങ്കിലും ഒരു ഐക്കൺ കൊടുക്കുക. ഓക്കെ, ഹോം എന്ന് കൊടുത്തു, ഹോം പേജിന്. ഇനി ടെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ഐക്കണിൻ്റെ കൂടെ വരേണ്ട ടെക്സ്റ്റ് കൊടുക്കുക, ഹോം എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. Ctrl+C. ഓക്കെ, Ctrl+V. 3 ടാബ്സായി. ഹോം, പിന്നെ ഐക്കൺ സ്റ്റോർട്ട്, സെറ്റിങ്സ് കൊടുക്കാം. പിന്നെ എന്താ കൊടുക്കുക? ഐക്കൺ സ്റ്റോർട്ട്. ഓക്കെ, ആക്സസ് ടൈം എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ നമ്മൾ കൊടുത്തിരിക്കുന്ന ഐക്കൺസും അതിന് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റും ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ ഐക്കണും ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബോഡിയിൽ അതിൻ്റെ അനുസരിച്ചുള്ള കണ്ടന്റ് മാറുന്നതിന് നമുക്ക് ബോഡിയിൽ ടാബ് ബാർ വ്യൂ എന്താണെന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആപ്പ് ബാർ കഴിഞ്ഞു, ഒന്ന് കോഡൊന്ന് അലൈൻ ചെയ്യാം. Ctrl+Alt+L ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ആപ്പ് ബാറിൻ്റെ താഴെ വന്നിട്ട് നമുക്ക് ബോഡി സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ടാബ് ബാർ വ്യൂവിൽ എന്താണ് കാണിക്കേണ്ടതെന്ന് ജസ്റ്റ് കൊടുക്കുകയാണ്. ബ്രാക്കറ്റ്സ് ഇടുക. ചിൽഡ്രൻ ആയിട്ടാണ് നമ്മളത് കോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഒരു ഐക്കൺ സെറ്റ് ചെയ്യാം. ഓക്കെ, ഐക്കൺ അല്ലെങ്കിൽ വേണ്ട, ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് വെൽക്കം ടു ഹോം സ്ക്രീൻ എന്ന് കൊടുക്കാം. സെൻറ്റർ ആക്കാം. ഓക്കെ, ഇനി നമുക്ക് 2 എണ്ണം കൂടി ചെയ്യാം. Ctrl+D ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വെൽക്കം ടു. ഓക്കെ, സെറ്റിങ്സ് പേജ് എന്നാക്കാം. അതേപോലെ എന്തെങ്കിലും കൊടുക്കുക. ഒന്ന് സേവ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ദാ നമ്മുടെ ഹോമിൻ്റെ വെൽക്കം ടു ഹോം സ്ക്രീനിന്ന് ഇവിടെ താഴെ വന്നിട്ടുണ്ട് സെൻറ്ററിൽ. അതുപോലെ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് ടെക്സ്റ്റ് ഏതാണോ അത് വന്നിട്ടുണ്ട്, ടൈമും അതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാബ് ബാർ ആണ് ഞാനിപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡിസൈൻ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കസ്റ്റം ടാബ് ബാർ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, ഇനി ജസ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കളേഴ്സ് ഡോട്ട് യെല്ലോ, സേവ് ചെയ്യുക, കൺട്രോൾ-S. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു സിമ്പിൾ ടാബ് ബാർ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.